ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞൊരു വീക്കായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും വരുന്നില്ല. എനിക്കറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് റിലേറ്റഡ് ആയിട്ടും അല്ലാതെയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാംസും ഒക്കെ ആയി തിരക്കിലായി പോയത് കൊണ്ടാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ റെഗുലറായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോസ് കണ്ടുപോയി എക്സാം എഴുതിയത് കൊണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല രീതിയിൽ യൂസ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കമൻറ്റ് ത്രൂ അറിയിക്കുക. നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ്, എസ്പെഷ്യലി RRB SSC എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് കയറി നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 3 ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 4th ഡേയിൽ 3 ഷിഫ്റ്റ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം 4th ഡേ 3 ഷിഫ്റ്റ് റീസണിങ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി സിമ്പിൾസ് ആർ ഇൻ ദ ബിലോ സീരീസ്? ഈച്ച് ഓഫ് സിമ്പിൾ ആണ് നോക്കേണ്ടത്. എന്താണ് സിമ്പിളിന് മുന്നേ ഈവൺ നമ്പർ, സിമ്പിൾ കഴിഞ്ഞിട്ട് ഓഡ് നമ്പർ വരാൻ പാടില്ല. ഇറ്റ് മേ ബി ഈവൺ നമ്പർ ഓർ മേ ബി സിമ്പിൾ ആവാം. ഓക്കെ, അപ്പൊ എന്താണ് ഈവൺ നമ്പർ വരുന്നത്? സിമ്പിൾ നോക്കുക, സിമ്പിളിന്റെ ഫ്രണ്ടിൽ ഈവൺ നമ്പർ ആണ്, അതിനുശേഷം ഈവൺ നമ്പർ ആണ്. അപ്പം ഇത് ഒരു സിമ്പിൾ. ഓക്കെ, ഒരെണ്ണം. ഇവിടെ എന്താണ് ഈവൺ നമ്പർ ആണ്, ഇവിടെ ഓഡ് നമ്പർ ആണ്. അപ്പൊ ഇതില്ല. ഇത് രണ്ടും ഓഡ് നമ്പേഴ്സ് ആണ്, ഇല്ല. ഇവിടെ എന്താണ് ഇത് ഓഡ് നമ്പർ ആണ്, സോ ഇതും പറ്റില്ല. ഇവിടത്തെ സിമ്പിളുകളാണ്. ഇനി ഇവിടെ ഈവൺ നമ്പർ ആണ്, ഇവിടെ സിമ്പിൾ ആണ്. സോ ഈ രണ്ടെണ്ണമാണ് നമുക്ക് എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 2 സിമ്പിൾസ് ആണ് അത്തരത്തിൽ ഉള്ളത്. ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇതെന്താണ് സൈന് കൺവേർട്ട് ചെയ്യാനാണ് അല്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക? 8/2 - 3 + 2 × 6 എന്നാണ് കൺവേർഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? 4 - 3 എന്ന് പറയുമ്പോൾ 1 എന്ന് വരും, +12 എന്ന് വരും. ആൻസർ 13 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഇവിടെ നോക്ക്. 75 65. 75 - 10 ആണ് 65. 65 - 9 ആണ് 56. 56 - 8 ആണ് 48. 48 - 7 ആണ് 41. അപ്പൊ ഇവിടെ എന്തായിരിക്കും? -6 ആയിരിക്കും. നമ്മുടെ ആൻസർ എന്താ വരിക? 35 ആണ് വരിക. ഓപ്ഷനിൽ 35 ഉണ്ടോ എന്ന് നോക്കുക, മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സം ട്രീസ് ആർ ഫ്ലവേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ്? ചില ട്രീസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഫ്ലവേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഫ്ലവേഴ്സ് ആർ ലീവ്സ്. എല്ലാ ഫ്ലവേഴ്സും എന്താണ്? ലീവ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ലീവ്സ് ആർ ട്രീസ്. എല്ലാ ഇലകളും മരങ്ങളല്ല. ഓൾ ഫ്ലവേഴ്സ് ആർ ട്രീസ്. എല്ലാ ഫ്ലവേഴ്സും എന്തല്ല? മരങ്ങളല്ല. അപ്പൊ എന്താണ്? നൈദർ കൺക്ലൂഷൻ ഫോളോസ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അടുത്തത് ഇവിടെ എന്താണ്? FKUZ ആണ്, KORD. അപ്പൊ ഇവിടെ നോക്ക്, CDEF. അപ്പൊ എന്താണ്? F - 3 ആണ് C വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? J - 3 ചെയ്യണം. ജയുടെ തൊട്ട് മുന്നേയുള്ള ലെറ്റേഴ്സ് ആണ് നോക്കേണ്ടത്. അപ്പൊ എന്താ വരിക? GHI അല്ലെ? J. അപ്പൊ എന്ത് വരും? HIJ. H അല്ലേ വരിക? HIJ. അപ്പം H. C കഴിഞ്ഞാൽ DEF ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? HIJ. അപ്പൊ Hന് തൊട്ട് മുന്നേ ഉള്ളത് G ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. CDEF നാലാമത്തെയാണ്. ഇവിടെ GHIJ. അപ്പം G ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓപ്ഷൻ നോക്കുക, ജിയിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ബാക്കി ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഇവിടെ എന്താണ്? LMNOPQR. അപ്പൊ ഇവിടെ എന്താണ്? JKL. J ആണ് വരണേന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ ഇത് രണ്ടെണ്ണം അല്ല, ഇതിലേതോ ഒരെണ്ണമാണ്. ഓക്കെ, അപ്പൊ J അവിടെ ഇരിക്കട്ടെ. അടുത്തത് JKLM NOPQRSTUB. അപ്പൊ
അപ്പൊ JVN ഇതാണ് ആൻസർ വരുന്നത്. JVN ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് RRBയിൽ ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ടെക്നീഷ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. JEയുടെയും ഈ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്തവണ RRB പാറ്റേൺ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി നമുക്ക് എന്താണ് മുൻവർഷങ്ങളേക്കാൾ പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പം അടുത്തത് മീൻസ് തന്നിട്ടുണ്ട്, റേഞ്ച് തന്നിട്ടുണ്ട്, പ്രൈം തന്നിട്ടുണ്ട്, G ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മാത്രമുള്ളത് ഏതാണെന്ന് നോക്കിയാൽ മതി. 8 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, അതുമല്ല 9 എവിടെയും ഇല്ല, 2 ഉണ്ട്. അപ്പൊ എന്താണ് G? എന്താണ്? 9 ആണ് G വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മളോട് N ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിടത്തും ഉള്ളത് ഏതാന്ന് നോക്കുക. രണ്ടിടത്ത് 7 ഇല്ല, ഇവിടെ രണ്ടിടത്തും ഉള്ളത് ഏതാണ്? 3 ആണുള്ളത്. സോ N എന്താണ്? 3 ആണ് വരുന്നത്. N is equal to 3. ഓക്കെ, അടുത്തത് OPQRS RSTUB SVR ആണ് ആൻസർ വരുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണോ RRBയുടെ ഇത്രയും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു എക്സാമിന് ചോദിക്കണേന്ന്? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പക്ഷെ ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? പലരുടെയും മനസ്സിൽ അതിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടാവില്ലേ? കട്ട് ഓഫ് അത്രയും കൂടുതലായിരിക്കും. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റീസണിങ് ഒരു പ്രാക്ടീസും ചെയ്യാത്തവർക്ക് പോലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സ് ആണ് ഇത്തവണ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ, ഞാൻ 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയില്ല, പക്ഷെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഒരുപാട് പുറകിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നമുക്ക് അത്രയും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്യുക, മിണ്ടാതിരിക്കുക. കിട്ടുന്ന മാർക്ക് മതി. നെഗറ്റീവിൽ വന്നിട്ട് പിന്നെയും താഴേക്ക് പോകരുത്. ഓക്കെ, എല്ലാ സമയത്തും കറക്കിക്കുത്തൽ വിജയിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ എന്താണ്? നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ട് എത്ര പേര് ഇരിക്കുന്നുണ്ട്? 7 പേര് ഇരിക്കുന്നത്. 1 2 3 4 5 6 7. ആരായിരിക്കുന്നത്? തേർഡ് ഫ്രം ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്ന് മൂന്നാമതായിട്ട് E ആണ് ഇരിക്കുന്നത്. Then only 3 persons sit between E and G. ഇയുടെയും ജിയുടെയും ഇടയിൽ 3 ആൾക്കാരാണ് ഇരിക്കുന്നത്. B is the nearest neighbor of C and F. സിയുടെയും എഫിന്റെയും ഇടയിൽ ചെയ്യാൻ പറ്റിയത് ആരാണ്? B ആണ് ഇരിക്കുന്നത്. B ഇരിക്കുന്നുണ്ട്. അപ്പൊ B ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. സിയും എഫും ഇപ്പൊ കൺഫേം ചെയ്യാം. D sits second to the left of C. സിയുടെ ലെഫ്റ്റിൽ നിന്നും രണ്ടാമത്. അപ്പം നമ്മൾ ഇവിടെ C കൊടുത്താൽ ലെഫ്റ്റിൽ നിന്നും രണ്ടാമത് എന്ന് പറയുമ്പോൾ എന്ത് വരും? ദാ ഇവിടെയാണ് D വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ F ആണെന്നും മനസ്സിലായി, ഇവിടെ A ആണെന്നും മനസ്സിലായി. നമ്മളോട് എന്ത് ചോദിച്ചിട്ടുണ്ട്? എയുടെയും എഫിന്റെയും ഇടയിൽ എത്ര ആൾക്കാരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എയുടെയും എഫിന്റെയും ഇടയിൽ 4 പേരാണ് ഇരിക്കുന്നത്. എയുടെയും എഫിന്റെയും ഇടയിൽ എത്ര പേരാണ്? 4 പേരാണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്തത് x is to 58 is to 430 is to 5. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇത് നമ്മൾ എങ്ങനെയും കണ്ടുപിടിക്കാനില്ല. കുറേ തവണ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലായിരിക്കും ഇതിന്റെ ആൻസർ വരാൻ ചാൻസ് എന്ന്. ആ മെത്തേഡുകളെല്ലാം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഞാൻ അങ്ങനെ ചെയ്ത ഒരാളാണ് കേട്ടോ. കാരണം എനിക്ക് നിങ്ങളുടെ തന്നെ ALPയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സോൾവ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ½ ഒക്കെ എടുത്തിട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ മാത്രം ഇരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് 1-2 വട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഏതൊക്കെ ടൈപ്പ് ഓഫ് പാറ്റേൺസ് ആണ് വരാൻ ചാൻസ് എന്നുള്ളത്. അപ്പൊ എന്തായി? നമുക്ക് പെട്ടെന്ന് ആൻസർ സോൾവ് ചെയ്യാനായിട്ട് പറ്റാൻ തുടങ്ങി. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ടെക്നീഷ്യനും ഉണ്ടായിരുന്നു. ഓക്കെ,
അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം 58 ഈ താഴെ കാണുന്ന നമ്പേഴ്സുമായിട്ട് എന്തായിരിക്കും റിലേഷൻ എന്ന് നോക്കുക 58 into 10 ചെയ്യുമ്പോൾ 580 ആണ് വരിക അല്ലെ അപ്പൊ എന്തായാലും അതിന്റെ പകുതിയിൽ കിടക്കുന്ന നമ്പേഴ്സ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്ത് നോക്കാം 58 into 5 ഒന്ന് ചെയ്ത് നോക്കാം 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും 0 4 എന്ന് വരും 25 plus 4 29 ഓക്കെ 290 ഇവിടെ എന്തുണ്ട് 290 ഉണ്ടോ ഇല്ല ഒരു 295 ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ചിലപ്പോൾ ഇതെന്തായിരിക്കും +5 ആയിരിക്കും എന്ന് നോക്കാം അപ്പൊ നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്താൽ മതി ഇവിടെ നോക്ക് 85 into 5 ചെയ്ത് നോക്കുക 85 into 5 എന്ന് പറയുമ്പം എത്ര വരും 425 plus 5 430 അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് x is equal to 295 ഉം y is equal to 85 ഉം ആണ് നമുക്ക് ആൻസർ വരുന്നത് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോക്കിയിട്ട് അത് എന്തായിരിക്കും അവിടെ റിലേഷൻ വരിക എന്ന് റിലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം അത് കുറേ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇതും അതുപോലെ തന്നെയാണ് ഇവിടെ എന്തായിരിക്കും റിലേഷൻ 230 ആണ് 10 അപ്പൊ എന്തായാലും 10നേക്കാൾ വലിയൊരു നമ്പർ ആണ് അവിടെ മൾട്ടിപ്ലിക്കേഷന് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായിരിക്കും എന്ന് നോക്കാം 23 into 15 ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ് അതിവിടെ എവിടെ ഇല്ല അല്ലെ പിന്നെന്താ ഉള്ളത് 23 into 14 ചെയ്താൽ 4 3s are 12 2 വരുന്നുണ്ട് 4 വരുന്നുണ്ട് അപ്പൊ 13 14 12 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ ആൻസർ ഇതാണ് വരുന്നത് 23 into 14 ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത് 2 4s are 12 2 balance 1 8 8 plus 3 ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക 8 8 plus 3 എത്രയാണ് 8 plus 3 11 ആണ് 11 plus 1 12 ആണ് 2 ബാക്കി 1 2 3 322 23 യുടെ into 14 ചെയ്യുമ്പോൾ 322 ഇനി നമുക്ക് എന്ത് വേണം 34 into 14 ചെയ്യുമ്പോൾ 476 കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ 34 into 14 ചെയ്യുമ്പോൾ 16 1 12 plus 4 16 7 17 1 1 4 3 plus 4 7 6 നമ്മുടെ ആൻസർ എന്താണ് x is equal to 322 എന്നും y is equal to 34 എന്നുമാണ് ആൻസർ കിട്ടുന്നത് മനസ്സിലായല്ലോ അല്ലെ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം ക്ലിയർ ആയില്ലേ ഓക്കെ അടുത്തത് ഇത് നമ്മുടെ ബ്ലഡ് റിലേഷൻ ആണ് എന്താ പറഞ്ഞിരിക്കണേ മൈനസ് എന്ന് പറഞ്ഞാല് m is the brother of n അപ്പൊ m മെയിൽ ആണെന്ന് മനസ്സിലായി ഇനി n plus p ആണ് അപ്പൊ എന്താ n ആരുടെ അമ്മയാണ് p യുടെ അമ്മയാണ് അപ്പൊ n ഫീമെയിൽ ആണെന്ന് മനസ്സിലായി ഓക്കെ അത് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ s ആണ് അപ്പൊ എന്താണ് p is the father of s അപ്പൊ എന്ത് മനസ്സിലായി p മെയിൽ ആണെന്ന് മനസ്സിലായി അടുത്തത് s into t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് s is the wife of t അപ്പൊ s ഫീമെയിൽ ആണെന്ന് മനസ്സിലായി t മെയിൽ ആണെന്ന് മനസ്സിലായി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് m ഉം t യും തമ്മിലുള്ള റിലേഷൻ ആണ് എന്താണ് t യുടെ വൈഫിന്റെ മദറിന്റെ ഫാദറിന്റെ അല്ല സോറി t യുടെ വൈഫിന്റെ ഫാദറിന്റെ മദറിന്റെ ബ്രദർ വൈഫ്സ് ഫാദേഴ്സ് മദേഴ്സ് ബ്രദർ വൈഫ്സ് ഫാദേഴ്സ് മദേഴ്സ് ബ്രദർ ആണ് നമുക്ക് അവിടെ റിലേഷൻ വരുന്നത് മനസ്സിലായോ അടുത്തത് ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കോ ഇതെല്ലാം നോക്കുമ്പോൾ തന്നെ i j k l m n o h i j k l m n ഇവിടെ നോക്ക് രണ്ട് l അടുപ്പിച്ചാണ് കാണുമ്പോൾ തന്നെ ഓഡ് വൺ ഔട്ട് ഇതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഓഡ് വൺ ഔട്ട് വരുന്നത് ഫസ്റ്റ് വൺ ആണ് അടുത്തത് സോറി ഇവിടെ നോക്ക് s t y n ഒരു റിലേഷൻ ഇല്ല അല്ലെ നമുക്ക് ഇവിടെ എങ്ങനെയാ വരണേന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ r s t u n m n o p q r s t u v w x y ഓക്കെ
അപ്പം ഇത് രണ്ടെണ്ണാണ് അടുത്തടുത്ത് വരേണ്ടത്. WX AB GH ആണ് ഇവിടെ വരേണ്ടത്, പക്ഷെ Z ആണ് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്താണ്? ഇതാണ് ഓഡ് വൺ ഔട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എല്ലാ വേർഡ്സും എല്ലാ ലെറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. തമ്മിൽ ഏറ്റവും അടുപ്പത്തിൽ കാണുന്ന ഏതെങ്കിലും റിലേഷൻ അത് തന്നെ അടുത്തതിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൻസർ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഇവിടെ എല്ലാം വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ C എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ആണ്. D എന്ന് വെച്ചാൽ എന്താ? മൈനസ് ആണ്. A എന്ന് വെച്ചാല് ഡിവിഷൻ ആണ്. B ഇൻറ്റു ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? എന്താ ഇവിടെ വരുന്നത്? 121 പ്ലസ് 21 മൈനസ് 1 ഇൻറ്റു 121 എന്ന് വരും. അപ്പൊ മൈനസ് 121 വരും. ഇത് രണ്ടും ക്യാൻസൽ ആവും. ആൻസർ 21 എന്നാണ് വരുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ ആൻസർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക കേട്ടോ. അടുത്തത് ഇവിടെയാണ് DEFGHIJK പ്ലസ് 7 ആണ് K വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ B കഴിഞ്ഞിട്ട് 7, BCDEFGHI I ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് രണ്ടെണ്ണം അല്ല എന്ന് മനസ്സിലായി. അടുത്തത് I കഴിഞ്ഞിട്ട് P, IJKLMNOP അതും എന്താണ്? 7 എണ്ണാണ്. അപ്പൊ GHIJKLMN. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? INOM ആണ് ആൻസർ വരുന്നത്. ഓക്കെ, INOM ആണ് ആൻസർ വരുന്നത്. അടുത്തത് അഞ്ജുവിന്റെ റാങ്ക് താഴെ നിന്നും 18ഉം മേലെ നിന്നും 15ഉം ആണെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? 18 പ്ലസ് 14 ചെയ്താൽ പോരെ? അപ്പൊ എന്ത് കിട്ടും? 32 എന്ന് കിട്ടും. ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻസ് 32 ആണ്. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സിമ്പിളിന്റെയും രണ്ട് സിമ്പിൾസിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഒന്ന് ഹോംവർക്ക് ചെയ്തിട്ട് എനിക്ക് ആൻസർ കമന്റ് ചെയ്യാം. വേണു 7 കിലോമീറ്റർ വൈയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് 7 കിലോമീറ്റർ സൗത്തിലേക്ക് വന്നു. ഓക്കെ, ദെൻ എങ്ങോട്ടേക്ക് പോയി? ലെഫ്റ്റിലേക്ക്. സൗത്ത് ആയതുകൊണ്ട് ലെഫ്റ്റ് ഇങ്ങോട്ടേക്കാണ്. 15 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോയി. ആഫ്റ്റർ ദാറ്റ് റൈറ്റിലേക്ക് എത്ര പോയി? 38 കിലോമീറ്റർ റൈറ്റിലേക്ക് പോയി. ദെൻ എങ്ങോട്ടേക്കാ പോയത്? അഗെയിൻ ലെഫ്റ്റിലേക്ക് പോയി. എത്ര കിലോമീറ്റർ? 13 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോയി. ആഫ്റ്റർ ദാറ്റ് ലെഫ്റ്റിലേക്ക് തന്നെയാണ് പോയത്. ഒരു 31 കിലോമീറ്റർ എവിടേക്ക് പോയി? ലെഫ്റ്റിലേക്ക് പോയി. അതിനുശേഷം എഗെയിൻ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 28 കിലോമീറ്റർ എങ്ങോട്ടേക്ക് വന്നു? ലെഫ്റ്റിലേക്ക് വന്നു. ദെൻ എന്ത് ചെയ്തു? ഒരു 13 കിലോമീറ്റർ എങ്ങോട്ടേക്ക് പോയി? ലെഫ്റ്റ്. ഇവിടെ നിന്നിട്ട് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ താഴേക്കാണ്. ഒരു 13 കിലോമീറ്റർ വന്നു. എന്നിട്ട് സെഡില് സ്റ്റോപ്പ് ചെയ്തു. വൈയും സെഡും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോർത്തിലേക്കാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? നമ്മൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ ആകെ ഒരു നോർത്തേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും? 27 കിലോമീറ്റർ നോർത്ത് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓപ്ഷനിൽ രണ്ട് നോർത്ത്, ഇപ്പൊ സൗത്ത് രണ്ടെണ്ണം കിടക്കുന്നത് പോലെ രണ്ട് നോർത്ത് തന്നതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഡയറക്ഷൻ മനസ്സിലായി കഴിഞ്ഞാൽ ഓപ്ഷനിലേക്ക് നോക്കുക. ആ ഡയറക്ഷനിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ അത് അങ്ങോട്ട് മാർക്ക് ചെയ്യുക. അവിടെ ആഡ് ചെയ്ത് നിന്ന് ടൈം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് ഡേയിൽ നമുക്കിനി എന്ത് ചെയ്യാം? സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് കേട്ടോ, സോറി. ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇത് നോക്ക്. D എന്ന് വെച്ചാൽ മൈനസ് ആണ്, C എന്ന് വെച്ചാൽ പ്ലസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 34 മൈനസ് 54 പ്ലസ് 18 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 324 എന്ന് കിട്ടും. ഇവിടെ നോക്ക്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 34 മൈനസ്
54 ആണ്. അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. 34 മൈനസ് 54 പ്ലസ് 324 എന്ന് വരും. ഇത് 1 ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇത് ചെയ്യും. എന്ത് കിട്ടും? 34 പ്ലസ് 324 മൈനസ് 54 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 270 ആണ് കിട്ടുക. 34 പ്ലസ് 270 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 304 എന്നാണ് ആൻസർ കിട്ടുന്നത്. 304 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, കാൽക്കുലേഷൻ പാർട്ടാണ്, ഈസി ആയിട്ടുള്ള പാർട്ടാണ് കേട്ടോ. അടുത്തത് RSTU. അപ്പൊ ഇവിടെ എന്തായിരിക്കും? QRSTU. Q ആണെന്ന് മനസ്സിലായി അല്ലേ? അടുത്തത് WXYZ. VW. ദ ആൻസർ QVS ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് വെസ്റ്റിലേക്ക് പോയി. ആന്റണി എന്ത് ചെയ്തു? എവിടെ നിന്ന്? എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് വെസ്റ്റിലേക്ക് എത്ര കിലോമീറ്റർ പോയി? 9 കിലോമീറ്റർ പോയി. ദെൻ എന്ത് ചെയ്തു? എങ്ങോട്ടേക്ക് ടേൺ ചെയ്തു? ലെഫ്റ്റിലേക്ക്. എഗെയിൻ ലെഫ്റ്റിലേക്ക് ഒരു 3 കിലോമീറ്റർ വന്നു. എഗെയിൻ ലെഫ്റ്റിലേക്ക് എത്ര പോയി? 13 കിലോമീറ്റർ പോയി. ആഫ്റ്റർ ദാറ്റ് ഇങ്ങോട്ട് വന്നിട്ട് റൈറ്റിലേക്കാണ് തിരിഞ്ഞത്. അപ്പൊ താഴേക്കാണ് എത്ര പോയി? 2 കിലോമീറ്റർ പോയി. ദെൻ റൈറ്റിലേക്ക്. ഇവിടുന്ന് റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടേക്കാണ് 4 കിലോമീറ്റർ പോയി. പിയിൽ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോർത്തിലേക്കാണെന്ന് മനസ്സിലായി. 2 നോർത്ത് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. ഇവിടെ എന്ത് വേണം? ഈ 2ഉം ഈ 3യും ഡിസ്റ്റൻസ് ആണ് പോകേണ്ടത്. 5 കിലോമീറ്റർ ടുവാർഡ്സ് നോർത്ത് ആണ് ആര് ട്രാവൽ ചെയ്യേണ്ടത്? ആന്റണി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇനി ട്രാവൽ ചെയ്യേണ്ടത്. ഓക്കെ, 9 + 4 ആണ് 13. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലെ? അടുത്തത് ദാ ഇത് സിമ്പിളിന്റെ കേസ് ആണ്. ഇത് എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക, ആൻസർ ചെയ്യുക. എനിക്ക് കമന്റ് സെക്ഷനിൽ ആൻസർ മെൻഷൻ ചെയ്ത് തരിക. ഓക്കെ, അടുത്തത് W കഴിഞ്ഞാൽ ഇത് എങ്ങനെയാ വരുന്നത് എന്ന് നോക്കുക. എന്താ വരണേ? നോക്ക, WXYZ +3 ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഒന്ന് നോക്കുക. PQRS ഇതല്ല. DEFG ഇതും അല്ല. EFG ഇതും അല്ല. CDEF ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതിലും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർ ആയിട്ട് ഒരെണ്ണം ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ പെട്ടെന്ന് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് കോഡ് ലാംഗ്വേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 6 ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേഡിൽ മാത്രമാണ് 6. ഇവിടെ മാത്രം ഉള്ളത് 8. ഇവിടെ ഉണ്ട് 9 എവിടെയും ഇല്ല. അപ്പൊ എന്താണ്? 9 ആണ് 6ന്റെ കോഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പൊ അധികം സമയമില്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഓക്കെ, അടുത്തത് OP ആണ്. അപ്പൊ ഇവിടെ എന്താണ്? UVW. എന്താ ആൻസർ? WLRI ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെയും അത് തന്നെയാണ്. QRS UVW. ഓരോ സെക്കൻഡിന്റെ കാര്യമേ ഉള്ളൂ. ഇവിടെ നോക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? വവ്വൽസ് എന്താ ചെയ്യണ്ടേ? ഫോളോ ചെയ്യുന്ന ലെറ്റേഴ്സ് വെച്ചിട്ടും കൺസണന്റ് പ്രിസീഡിംഗ് ലെറ്റർ വെച്ചിട്ടുമാണ് ഫിൽ ചെയ്യേണ്ടത്. അപ്പം EF MN FG KL IJ RS GH. ലെഫ്റ്റിൽ നിന്നും രണ്ടാമത് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്? ലെഫ്റ്റിൽ നിന്നും രണ്ടാമത് M ആണ് ഇരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? അടുത്തത് ഇതാ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നോക്കേണ്ടത്. അപ്പൊ ഇതിപ്പോ പ്രത്യേകിച്ച് ഒരുപാട് കൺഫ്യൂഷൻ വരണില്ല. കാരണം ഇത് നോക്ക്, രണ്ടും ഏതാണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്നും വരുന്ന നമ്പേഴ്സ് അല്ല. മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഡിവൈഡ് ചെയ്തിട്ടോ വരുന്നതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. ഇതിപ്പോ ഞാൻ ആദ്യം തന്നെ നോക്കുന്നത് പ്രോപ്പർ ആൻസർ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 181 കിട്ടും. അടുത്തതൊന്ന് ചെയ്ത് നോക്കുക. 679 മൈനസ് 498 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. 17 9 പോകുമ്പോൾ 8 കിട്ടും.
5 4 പോകുമ്പോൾ 181. നമ്മുടെ ആൻസർ ഇതാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യണം, ബാക്കിയുള്ള നമ്പേഴ്സ് കൂടെ ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. യൂണിറ്റ് ഡിജിറ്റ് മാത്രം മൈനസ് ചെയ്താലും മതി. നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് സെയിം ആയി വരുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളതിലേക്ക് ഫോക്കസ് പോയാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ആൻസർ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്ക് 6 മൈനസ് 3 മൈനസ് അല്ല 6 മൈനസ് 3 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ്. ഇവിടെ 9 മൈനസ് 3 എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പൊ ഇതല്ല. അടുത്തത് 8 മൈനസ് 3 എന്ന് പറയുമ്പം ഇവിടെ 5 ആണ് വരിക. 9 മൈനസ് 9 എന്ന് പറയുമ്പോൾ 0 ആണ് വരിക. ഇവിടെ ആണെങ്കിലും 3 മൈനസ് 3 0 ആണ്. 9 മൈനസ് 1 എന്താണ്, 8 ആണ്. അപ്പൊ നമുക്ക് ആൻസർ ഇത് തന്നെയാണ് എന്നുള്ള കാര്യം കിട്ടും. ഓക്കെ, അടുത്തത് ബ്ലഡ് റിലേഷൻ ആണ്. n മൈനസ് പി എന്ന് പറഞ്ഞാല് n മെയിൽ ആണ്. ആരുടെ ബ്രദർ ആണ്, പിയുടെ ബ്രദർ ആണ് n. സ്ലാഷ് എന്ന് പറഞ്ഞാൽ പി ഇസ് ദ മദർ ഓഫ് എസ്. അപ്പൊ പി ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. എസ് ഇൻറ്റു ടി എന്ന് പറഞ്ഞാല് എസ് ഇസ് ദ വൈഫ് ഓഫ് ടി. അപ്പൊ എസ് ഫീമെയിൽ ആണെന്നും മനസ്സിലായി, ടി മെയിൽ ആണെന്നും മനസ്സിലായി. നമ്മളോട് എന്നും എസും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എൻ എസിന്റെ ആരാണ്, എസിന്റെ അമ്മയുടെ ബ്രദർ ആണ് അല്ലെ, മദേഴ്സ് ബ്രദർ ആണ് എൻ. ഓക്കെ, അടുത്തത് സ്ട്രെയിറ്റ് ലൈനിൽ നോർത്ത് ഫേസ് ചെയ്തിട്ട് 7 പേര് ഇരിക്കുന്നുണ്ട്. 1 2 3 4 5 6 7. ഓക്കെ, എഫിന്റെ ലെഫ്റ്റില് 2 പേര്. അപ്പൊ എഫ് ഇവിടെയാണ്. എഫ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജി. ജിയുടെ റൈറ്റിൽ നിന്നും രണ്ടാമതായിട്ടാണ് എഫ് ഇരിക്കുന്നത്. ഇ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് സി. സിയുടെ ലെഫ്റ്റിൽ നിന്നും രണ്ടാമതായിട്ടാണ് ആരിയിരിക്കുന്നത്, ഇ ഇരിക്കുന്നത്. അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ മാർക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ വെയിറ്റ് ചെയ്യാം. A is sitting immediate right of C. സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റില് ആരിയ്ക്കുന്നുണ്ട്, എ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെ കൊടുത്താല് നമുക്ക് എന്ത് പറയാം, ഇവിടെ എന്ത് ചെയ്യാം, ബി ഇവിടെ ഡി എന്നും കൊടുക്കാം. ബിയുടെയും ജിയുടെയും ഇടയിൽ എത്ര പേരുണ്ടെന്ന് പറയാം, 3 പേരുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 3 പേരാണ് ബിയുടെയും ഇടയിൽ വരുന്നത്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അടുത്തത് ഓഡ് വൺ ആണ്. എന്താ വരുന്നത്, ഇവിടെ നോക്ക്, ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി. ഇത് തമ്മിൽ എന്താണ്, 5 ലെറ്റേഴ്സ് ആണ് ഡിഫറൻസ് വരുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്, ആദ്യത്തെ ലെറ്റർ എ ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക്. വി W X Y Z A. ഓക്കെ, ബി സി ഡി ഇ എഫ്, എഫ് ആണ് വരണ്ടേ. സോ ഇതാണ് നോക്കാം നമുക്ക്. ഇവിടെ എന്താ റിലേഷൻ വരണേന്ന് നോക്കിയിട്ട് ഇത് ഓഡ് വൺ ആണോ എന്ന് നോക്കാം അല്ലെ. ഇപ്പം ഇവിടെ എന്ത് വരുന്നുണ്ട്, നമ്മൾ ജിയിൽ നിന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ് എ ബി സി. അപ്പൊ നമ്മുടെ ഓഡ് വൺ എന്താണ്, എ കെ ബി എച്ച് ആണ് ഓഡ് വൺ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താണ് റിലേഷൻ എന്ന് ഏതെങ്കിലും ഒരു ലെറ്ററിൽ നിന്നും സ്റ്റാർട്ട് ചെയ്താൽ മതി. ഏത് ലെറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും പ്രശ്നമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ട് നോക്കിയാൽ മതി. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ കൈറ്റ്സ് ആർ monkeys. All monkeys are ants. Okay. കൺക്ലൂഷൻ എന്താ പറഞ്ഞിരിക്കണേ, ചില ആൻഡ് എന്താണ്, കൈറ്റ് ആണ്. ശരിയാണ് അല്ലെ. സം monkeys are not kites. ചില monkeys കൈറ്റ്സ് അല്ല. അപ്പൊ എന്താണ്, 2 കൺക്ലൂഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് in a certain code language code is written as 5 okay. ഈ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് ഏതാന്ന് നോക്കുക. ഏതാണ്, 5 ആണ് രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത്. സോ ഇ ഇസ് ഈക്വൽ ടു 5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, എൽ എം എൻ ഒ പി അല്ലെ, പി ആണ് വരുന്നത്.
NOPQR. PRV ആണ് നമുക്ക് എന്ത് വരുന്നത്? ആൻസർ വരുന്നത്. PRV ആണ് ആൻസർ. ഇവിടെ 7 plus 9 ആണ് വരുന്നത്. 13 അല്ല സോറി 7 plus 6 ഇവിടെ എന്ത് വരും? 13 plus 12. ഓക്കെ, ഇത് നോക്ക്, ഇവിടെ എന്താ വരണേ? 97 plus 36 ആണ്. അപ്പൊ ഇത് എന്താണ്? 6 into 1, 6 into 2, പിന്നെന്താ വന്നത്? 6 into 6 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? 6 into 4 ആയിരിക്കില്ലേ? ദാറ്റ് മീൻസ് 24. 25 plus 24 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 49. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഓഡ് വൺ ആണ്. നോക്ക്, BC അല്ലെ, BC XY STWX ABEF CDGH. ഇത് നോക്ക്, ഇത് മൂന്നെണ്ണവും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്, ഇത് മാത്രം എന്താണ്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. സോ ഓഡ് വൺ ഔട്ട് ആ ഒരു ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് നോർത്തിലേക്ക് ഫേസ് ചെയ്ത് 36 പേര് ഇരിക്കുന്നുണ്ട്. അമൻ എന്താണ്? ലെഫ്റ്റിൽ നിന്നും 11ാമതായിട്ടാണ് അമൻ ഇരിക്കുന്നത്. പ്രദ ആണെങ്കിൽ റൈറ്റിൽ നിന്നും 12ാമതായിട്ടാണ് പ്രദ ഇരിക്കുന്നത്. ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 11ഉം ഇവിടെ ഒരു 12ഉം ഉണ്ട് അല്ലെ. അത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23 എന്ന് കിട്ടും. ടോട്ടൽ 36 ആണ്. 36 മൈനസ് 23 എന്ന് പറയുമ്പോൾ നമുക്ക് 13 പേരാണ് ഇവരുടെ ഇടയിൽ ഇരിക്കുന്നത്. 13 പേരാണ് ഇവർ രണ്ടാളുടെയും ഇടയിലായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താണ്? നമുക്ക് സയൻസ് കൊടുത്തിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇതൊന്ന് ചെയ്തിട്ട് എനിക്ക് ആൻസർ കമന്റ് ബോക്സിൽ പറഞ്ഞു തരിക. ഓക്കെ, അടുത്തത് സം പാരറ്റ്സ് ആർ monkeys. ചില പാരറ്റ്സ് എന്താണ്? monkeys ആണ്. ഓക്കെ, സം bears ആർ monkeys. ഓക്കെ, all bears are parrots. അല്ല അല്ലെ. some monkeys are not bears. അത് ശരിയാണ്. അപ്പൊ എന്താണ്? only conclusion 2 follows. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 826 723. അപ്പൊ ഇവിടെ എന്താണ്? ഏതാണ്ട് ഒരു അടുത്ത് നിൽക്കുന്ന നമ്പേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മൈനസ് ചെയ്ത് തന്നെ നോക്കാം അല്ലെ. 826 മൈനസ് 542 എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന ആൻസർ 284 ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? 1007 മൈനസ് 723. 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 100 എന്ന് 70 പോയാൽ ബാലൻസ് 30. അതിന്ന് ഒരു 2 പോയി കഴിഞ്ഞാൽ ബാലൻസ് 28. 287. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? x is equal to 542ഉം y is equal to 1007. ഇത് യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ട് ചെയ്യാം. 6 മൈനസ് 3 എന്താണ്? 3 ആണ്. 11 മൈനസ് 3 എന്ന് പറയുമ്പോൾ 8 ആണ് വരിക. സോ അതല്ല. ഇവിടെ 6 മൈനസ് 4 2 ആണ്. 8 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ അതുമല്ല. ഓക്കെ, 6 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതും അല്ല. അപ്പൊ ഇത്രയുമായിരുന്നു സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ ആൻസർ പറയുക. നമുക്കപ്പോൾ തേർഡ് ഷിഫ്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ പറഞ്ഞിരിക്കണേ? എല്ലാ ചെയേഴ്സും ടേബിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ചെയേഴ്സ് ആർ ടേബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ടേബിളും എന്തല്ല? ബെഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സം ബെഡ്സ് ആർ ചെയേഴ്സ്. ചാൻസ് ഇല്ല അല്ലെ. കാരണം എന്താണ്? എല്ലാ ചെയേഴ്സും എന്താണ്? ടേബിൾ ആണ്. പക്ഷെ ഒരു ടേബിളും ബെഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തല്ല? ബെഡ് ചെയർ ആയിരിക്കില്ല. നോ ബെഡ് ഈസ് ടേബിൾ. മേ ബി അതിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്താണ്? ഒരു ബെഡും ടേബിൾ അല്ല എന്നും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോ ടേബിൾ ഈസ് എ ബെഡ്. അപ്പൊ എന്താണ്? ഒരു ബെഡും എന്തല്ല? ടേബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? കൺക്ലൂഷൻ 2 മാത്രമാണ് അവിടെ ഫോളോ ചെയ്യണത്. ഓക്കെ, അടുത്തത് ഇവിടെ 6 പേരാണ് ഇരിക്കുന്നത് അല്ലെ. നോർത്ത് ഫേസ് ചെയ്തിട്ട് 1 2 3 4 5
6. 6 പേരാണ് ഇരിക്കുന്നത്. ഇയുടെ ലെഫ്റ്റിൽ എത്ര പേരാ ഉള്ളത്? 3 പേര്. അപ്പൊ ഇ ഇവിടെയാണ് ഉള്ളത്. ബി ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഇ. ഇയുടെ റൈറ്റിൽ നിന്നും രണ്ടാമതായിട്ടാണ് ബി ഇരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ്. ഇനി എയുടെയും സിയുടെയും ഇടയിൽ 3 പേരാണ് ഇരിക്കുന്നത്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യണം എന്നറിയില്ല. സി ഈസ് സിറ്റിംഗ് ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഡി. ഡിയുടെ ഇമീഡിയറ്റ് ലെഫ്റ്റിലാണ് ആരിയ്ക്കുന്നത്? സി ഇരിക്കുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ ഡി കൊടുത്താൽ മാത്രമേ നമുക്ക് സീനെ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. ദെൻ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡി കൊടുത്തിട്ട് ഇവിടെ സി കൊടുക്കണം. കാരണം എന്താണ്? എത്ര പേര് ഇരിക്കുന്നുണ്ട്? 3 പേര് ഇരിക്കുന്നുണ്ട് എയുടെയും സിയുടെയും ഇടയിൽ. എ ബി സി ഡി ഇ എഫ്. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിയുടെയും എഫിന്റെയും ഇടയിൽ എത്ര പേരുണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്? ആരുമില്ല. ഡിയുടെയും എഫിന്റെയും ഇടയിൽ ഒരാളും ഇരിക്കുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, സയൻസ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക, വർക്കൗട്ട് ചെയ്യുക, ആൻസർ എത്രയാ കിട്ടുന്നത് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു തരിക. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. അടുത്തത് എന്താ പറഞ്ഞിരിക്കണേ? എയുടെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് 1 ആണ്. സോ എയുടെ കോഡ് എന്താണ്? 1 ആണ് എയുടെ കോഡായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 198. ഇതെങ്ങനെയാ അറിയോ ചെയ്യേണ്ടത്? ഇവിടെ നോക്ക്, 6ന്റെ സ്ക്വയർ എടുക്കുക. 6ന്റെ സ്ക്വയർ 36 ആണ്. -3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 33 കിട്ടും. അതിനെ ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 198 എന്ന് കിട്ടും. ഇത് ഞാൻ കുറേ തവണ വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ എന്ത് പറഞ്ഞു തരികയാണ്? ആൻസർ തന്നെ പറഞ്ഞു തരികയാണ്. അപ്പം 61 വരും. ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 488 കിട്ടും. ഓപ്ഷൻ എ. ഇതെങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറിനെ ഈ താഴെ ഇരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ നമ്പറിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആൻസർ പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻ നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വവ്വല് ഫോളോവിങ് ലെറ്റേഴ്സ് വെച്ചിട്ടും കൺസണന്റ് പ്രിസീഡിങ് വെച്ചിട്ടാണ്. അപ്പൊ പി എന്താണ്? കൺസണന്റ് ആണ്. അപ്പം ഓ ആണ് ആദ്യം വരുന്നത്. ദെൻ എ വവ്വലാണ്, സോ ബി ആണ്. ഐ വവ്വലാണ്, ജെ ആണ് വരിക. എൻ കൺസണന്റ് ആണ്, എം എൻ. ടി എസ് ടി ഇ എഫ് സി ഡി. നമ്മളോട് തേർഡ് പൊസിഷൻ, ലെഫ്റ്റിൽ നിന്നും തേർഡ് ആരായിരിക്കുന്നത്? ജെ ആണ് ലെഫ്റ്റിൽ നിന്നും തേർഡ് പൊസിഷനിൽ ഇരിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലെ? ക്ലിയർ ആയില്ലേ? അടുത്തത് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ. ഓ ആണെന്ന് മനസ്സിലായി. ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ. അപ്പൊ ആൻസർ എന്താണ്? ഒ ആർ വി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു റീസണിങ് ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. റീസണിങ്ങിൽ ഒരു 20 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ റീസണിങ്ങിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 ക്വസ്റ്റ്യൻ എങ്കിലും റീസണിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് വരെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 7 ബോക്സ് വെച്ചിട്ടുണ്ട് അല്ലെ? 1 2 3 4 5 6 7. ഇനി എന്താണ്? എക്സിന്റെ മേലെ ആയിട്ട് പി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഇവിടെ മാർക്ക് ചെയ്തു. ഓൺലി 2 ബോക്സസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എസ്. എക്സിന്റെയും എസിന്റെയും ഇടയിൽ 2 ബോക്സേ ഉള്ളൂ. ഓൺലി ആർ ഇസ് കെപ്റ്റ് ബിലോ സെഡ്. സെഡിന്റെ താഴെ എന്ത് മാത്രമേ ഉള്ളൂ? ആറ് മാത്രമേ ഉള്ളൂ. വൈ ഈസ് നോട്ട് കെപ്റ്റ് ഇമീഡിയറ്റ്ലി എബോ എസ്. വൈ എസിന്റെ തൊട്ട് മേലെ അല്ലാത്തതുകൊണ്ട് ഇവിടെയാണ് ഉണ്ടാവുക. ഇനി ഇവിടെ ബാലൻസ് എന്താ ഉള്ളത്? ക്യൂ മാത്രമാണുള്ളത്. ടോപ്പിൽ നിന്നും നാലാമതിരിക്കുന്നത് ആരാണ്? ക്യൂ ആണ് ടോപ്പിൽ നിന്നും നാലാമതായിട്ട് ഇരിക്കുന്ന ആള്. ഓക്കെ, അപ്പൊ എന്താണ്? മനസ്സിലായല്ലോ അല്ലെ എങ്ങനെയാ ചെയ്യേണ്ടത്? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ. ജെ വന്നു. എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു
ആർ. JRG ആണ് നമുക്ക് ആൻസർ വരുന്നത്. എന്താ JRG ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ അല്ലെ എങ്ങനെയാ ചെയ്തത് എന്നുള്ളത്? നമുക്ക് അടുത്തത് നോക്കാം. ബ്ലഡ് റിലേഷൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? M is the father of N. അപ്പൊ M മെയിൽ ആണെന്ന് മനസ്സിലായി. ഇനി N into P ആണ്. അപ്പൊ എന്താണ്? N is the wife of P. അപ്പം N ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. P മെയിൽ ആണെന്ന് മനസ്സിലായി. P minus S എന്ന് പറഞ്ഞാല് P is the brother of S എന്ന് മനസ്സിലായി. S plus T എന്ന് പറഞ്ഞാല് S is the mother of T. അപ്പൊ S ഫീമെയിൽ ആണ്. M ഉം T യും തമ്മിലുള്ള റിലേഷൻ ആണ്. എമ്മിന്റെ അമ്മയുടെ ബ്രദറിന്റെ വൈഫിന്റെ അമ്മ. അപ്പൊ മദേഴ്സ്, ബ്രദേഴ്സ്, വൈഫ്സ്, ഫാദർ. ഫാദർ ആണ് കേട്ടോ, സോറി. മദേഴ്സ്, ബ്രദേഴ്സ്, വൈഫ്സ്, ഫാദർ. അതാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്തത് ഇതെങ്ങനെയാ ചെയ്യാ? പോയിന്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ പോയിന്റ് തരുമ്പോൾ ഞാൻ കൂടുതൽ കൺഫ്യൂഷൻസിലേക്ക് എത്തിക്കുന്നില്ല. 26 into 5.4 ചെയ്യുമ്പോഴാണ്. അതൊന്നും ചെയ്യണ്ട. 140.4 ഡിവൈഡഡ് ബൈ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുക. ഈ നമ്പർ വെച്ച് 38 ഡിവൈഡ് ചെയ്ത് നോക്കുക. ഒരുപോലെ ആൻസർ വരുന്നത് ഏതാണോ അതായിരിക്കും നമുക്ക് ആൻസർ. ഓക്കെ, അപ്പം 26 into 5.4 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 140.4 എന്ന് കിട്ടുന്നത്. 38 into 5.4 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 205.2 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. അടുത്തത് DEFGHI 5 എണ്ണാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? PQRSTU ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതല്ല, ബാക്കി എല്ലായിടത്തും യു ഉണ്ട്. അടുത്തത് GHIJKL 5 തന്നെയാണ്. STUVWX ഇതും അല്ലാന്ന് മനസ്സിലായി, എക്സ്. ഇനി EFGHIJ QRSTUV നമ്മുടെ ആൻസർ എന്താണ്? UXVY ആണ് ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? അടുത്തത് ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് ആൻസർ ചെയ്യുക. ആൻസർ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് ഇവിടെ എന്താ വരുന്നത്? GHIJK G+4 ആണ് K. ഇവിടെ W ആണെങ്കിൽ WXYZA. അപ്പൊ ഇവിടെ നോക്കുക, LMNOP ഇതല്ല. DEFGH ഇതുമല്ല. OPQRS ഇത് ആണ്. ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. JKLMN ഇതുമല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? OZG/SCI ആണ് ആൻസർ വരുന്നത്. മനസ്സിലായോ? അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണേലും നല്ലത് ഇതുപോലെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് Mr. X, a teacher of high school, often beats his student. ഹൈസ്കൂളിലെ ടീച്ചർ സ്റ്റുഡന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? തുടരെ അടിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? The student should complain about this matter to the principal. അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. The student should take admission in some other school. ഓക്കെ, അതും ചെയ്യാവുന്നതാണ്. കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വേറൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാം. സോ നമുക്ക് എന്ത് പറയാം? ബോത്ത് ഫോളോസ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് ടൗൺ A is north of town B. ടൗൺ ബിയുടെ നോർത്തിലാണ് ആരിയ്ക്കുന്നത്? ടൗൺ എ ഇരിക്കുന്നത്. ടൗൺ സി ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് ടൗൺ ബി. ടൗൺ ബിയുടെ ഈസ്റ്റിലാണ് ടൗൺ സി ഇരിക്കുന്നത്. ടൗൺ ഡി ഈസ് ടു ദ വെസ്റ്റ് ഓഫ് ടൗൺ സി. ടൗൺ സിയുടെ വെസ്റ്റിൽ ഡി ഇരിക്കുന്നുണ്ട്. പക്ഷെ ബിയുടെ ഇപ്പുറത്താണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. ടൗൺ എ ഈസ് ടു ദ നോർത്ത് ഈസ്റ്റ് ഓഫ് ടൗൺ ഡി. ഓക്കെ, ടൗൺ ഡിയുടെ നോർത്ത് ഈസ്റ്റിലാണ് ടൗൺ എ ഇരിക്കുന്നത്. അപ്പൊ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്താണ്. അപ്പൊ ഡി എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും വരിക. ഓക്കെ, ടൗൺ എം ഈസ് ടു ദ നോർത്ത് ഓഫ് ടൗൺ സി. ടൗൺ സിയുടെ നോർത്തിലാണ് എം ഇരിക്കുന്നത്. എം വെച്ച് നോക്കുമ്പോൾ ഡിയുടെ പൊസിഷൻ എവിടെയാണ്? സൗത്ത് വെസ്റ്റിലാണ് അല്ലെ? സൗത്ത് വെസ്റ്റിലാണ് ഡി ഇരിക്കുന്നത്.
മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? ഓക്കെ, അടുത്തത് ഓഡ് വൺ ഔട്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? LMNOP QRS TUVW. ഓക്കെ, അപ്പം 4 3 4 ആ ഓർഡർ ആണ് വന്നിരിക്കുന്നത്. DEFGHIJKLMNO. ഓക്കെ, ഇവിടെ നോക്ക് GHIJKLMNOPQR. അപ്പൊ എന്താണ്? ഇതാണ് ഓഡ് വൺ ഔട്ട് വരുന്നത്. ബാക്കിയെല്ലാം 4 3 4 ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. അടുത്തത് മൗസ് സ്പോക്ക് തന്നിട്ടുണ്ട്, പ്രൗഡ് തന്നിട്ടുണ്ട്, K ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രം ഉള്ളതാണ് K. എന്താണ്? 5 അല്ല, 2 അല്ല, 4 അല്ല, 1 അല്ല, 8 ആണ് കെയുടെ കോഡ് ലാംഗ്വേജ്. 8 ആണ് കെയുടെ കോഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. DEFGHIJKLMNOP. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? പുറകെ ഒന്ന് വന്ന് നോക്കാം അല്ലെ. VWXYZ AB H നിന്ന് പോയി നോക്കാം. H നിന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് വരും. HIJKLMNO അല്ല, ഒരു സെക്കൻഡ് കേട്ടോ. ഇത് എങ്ങനെയാ അറിയോ വരുന്നത്? DEFGH 4 ഡിഫറൻസ്. ഇവിടെ ആണെങ്കിൽ VWXYZ ഇതും 4 ഡിഫറൻസ്. ഇവിടെ നോക്ക് YZABC QRSTU ABCDE STUVW. നമ്മുടെ ഓപ്ഷൻ UMZN ആണ് ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. എന്ത് ചെയ്യാ? ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഏതാണ് ആൻസർ വരുന്നത് എന്നുള്ളത് എനിക്കൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരിക. ഓക്കെ, അടുത്തത് 4 + 1 ആണ് 5 +4 ആണ് 9 +9 18 വരുന്നുണ്ട് പ്ലസ് എന്താണ് 18 അല്ല +16 ആണ് നമുക്ക് 34. അപ്പൊ ഇത് നോക്ക് 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താണ്? 34 + 25 ആയിരിക്കും അല്ലെ ആൻസർ വരിക. എന്ത് വരും? 9 വരും. 9 ഉള്ളത് ഒരെണ്ണമാണ്. നമ്മുടെ ആൻസർ 59 ആണ്. ഓക്കെ, സ്ക്വയേഴ്സ് ആണ് ആഡ് ചെയ്യണത്. മനസ്സിലായല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് എന്താണ്? ഈ വാല്യൂസ് കൊടുക്കുകയാണ്. C പ്ലസ് ആണ്, D മൈനസ് ആണ്, A ഡിവിഷൻ ആണ്, B മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ 1 എന്ന് വരും. ഈ 144 ക്യാൻസൽ ആവും. നമ്മുടെ ആൻസർ എന്ത് വരും? 44 ആൻസർ വരും. ഓക്കെ, അടുത്തത് 7 പേരിരിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 2 3 4 5 6 7. Only 5 persons are sitting between A and F. എയുടെയും എഫിന്റെയും ഇടയിൽ 5 പേര് ഇരിക്കുന്നുണ്ട്. G is sitting third to the left of F. എഫിന്റെ ലെഫ്റ്റിൽ നിന്നും മൂന്നാമതായിട്ടാണ് ആരിയ്ക്കുന്നത്? G ഇരിക്കുന്നത്. E is the immediate neighbor of B and F. B യുടെയും എഫിന്റെയും immediate neighbor ആണ് E എന്ന് പറയുന്നത്. C is not the immediate neighbor of G. അപ്പൊ എന്താണ്? C ഇവിടെയാണ് ഇരിക്കുന്നത്. ഇനി ഇവിടെ ആരാ ഉള്ളത്? D മാത്രമാണുള്ളത്. അത് ഇവിടെ കൊടുത്തു. C യുടെയും E യുടെയും ഇടയിൽ എത്ര പേരായിരിക്കുന്നത്? 3 പേരാണ് C യുടെയും E യുടെയും ഇടയിലായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് 4th ഡേ ALPയുടെ 4th ഡേയിൽ ചോദിച്ച റീസണിങ്ങിലെ എല്ലാ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമുക്ക് സിംഗിൾ ഷിഫ്റ്റുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിലും കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുക ഒരുമിച്ച് ചെയ്യുമ്പോഴായിരിക്കും. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താവുന്നുണ്ട്, നമുക്ക്
റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ റീസണിങ് ഒരുപാടൊന്നും പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ റീസണിങ്ങിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, കോമ്പറ്റീഷൻ നല്ല കൂടുതലായിരിക്കും. ഇനി വരുന്ന RRB എക്സാംസിനും ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യണത് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക, പഠിക്കുക. ഓരോ ക്വസ്റ്റിനും അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഓരോ മാർക്കും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് മാക്സിമം ഇല്ലാതെ ആക്കുക, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇനി അങ്ങോട്ടേക്കുള്ള GKയും ബാക്കിയുള്ള എക്സാംസിന്റെ മാത്സ്, റീസണിങ് എല്ലാം വരുന്നതായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട്. പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നെങ്കിൽ മാത്രം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.